ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള ലോകകപ്പിന് വേണ്ടി നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീന ശക്തമായി ഒരുങ്ങുകയാണ്. ഇത്തവണ പരിശീലകനായി സ്കലോണി തന്നെ കൂടെയുണ്ട്. അതുകൊണ്ട് തങ്ങളുടെ കിരീടം നിലനിർത്തുക എന്ന വലിയ ലക്ഷ്യത്തോടുകൂടി സ്കലോണിയും കൂട്ടരും അവിടേക്ക് ഇറങ്ങുകയാണ്. താൽക്കാലിക പരിശീലകനായി അർജന്റീന ഫുട്ബോൾ ഫെഡറേഷൻ ലയണൽ സ്കലോണിയെ തിരഞ്ഞെടുക്കുമ്പോൾ ഒന്നു തിരിഞ്ഞു നോക്കാൻ പോലും ഒരു ആരാധകന് പോലും ഉണ്ടായിരുന്നില്ല. ഇയാൾ എത്ര കാലം തുടരുമെന്ന ചോദ്യം മാത്രമായിരുന്നു. പക്ഷേ സ്കലോണി മറ്റൊന്നാണ് ചിന്തിച്ചത്. പ്രായമായ സീനിയർ താരങ്ങളെ മോശം ഫോമാണെങ്കിൽ പോലും ഒന്നും ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ സ്ക്വാഡിൽ നിന്ന് തന്നെ പുറത്തിരുത്തി. ആദ്യം നിർമ്മിച്ചത് ഒരു ടീമായിരുന്നു. യുവതാരങ്ങളെ സ്പെഷ്യലൈസ് ചെയ്ത് ടീമിലേക്ക് വിളിച്ച് സ്കലോണി ഒരു സിസ്റ്റം തന്നെ ഉണ്ടാക്കി. എന്തിനും പോരാൻ കെൽപ്പുള്ള യുവതാരങ്ങളെ സ്കലോണി തിരഞ്ഞുപിടിച്ചു. അതിൻ്റെ കേന്ദ്രത്തിലേക്കായിരുന്നു അവൻ്റെ ടാക്ടിക്കൽ ഫ്ലെക്സിബിലിറ്റി. അത് പറയുമ്പോൾ ഓർക്കുന്നത് സ്കലോണി ഉണ്ടാക്കിയെടുത്ത അർജന്റീനയിലെ 4-4-2 ഫോർമേഷനാണ്. ലോക ഫുട്ബോളിൽ പ്രശസ്തമായ ഈ ഫോർമേഷനെ എത്ര മനോഹരമായാണ് സ്കലോണി യൂട്ടിലൈസ് ചെയ്യുന്നത്. സ്കലോണി വളരെ പൊരുത്തപ്പെടുന്ന ഒരു കളിക്കാരനാണ്. പലപ്പോഴും നാമമാത്രമായി 4-3-3യും അല്ലെങ്കിൽ 4-2-3-1 എന്ന നിലയിൽ തുടങ്ങുന്ന പൊസിഷൻ അദ്ദേഹം എതിരാളികളിലേക്ക് കൺഫ്യൂഷനാണ് സൃഷ്ടിച്ചു വിടുന്നത്. എന്നിട്ട് ആ തുടങ്ങുന്ന പൊസിഷനിൽ നിന്ന് അദ്ദേഹം 4-4-2 എന്ന ഔട്ട് ഓഫ് പൊസിഷനിലേക്ക് മാറുകയും 4 പേരുടെ 2 ബാക്കുകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. 2026 വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടത് സ്കലോണിയുടെ 4-4-2 എന്ന വിജയമായിരുന്നു. സ്കലോണി വിശ്വസിക്കുന്ന ഏറ്റവും വിശ്വസനീയമായ സിസ്റ്റങ്ങളിലൊന്നായി മാറിയ ഫോർമേഷനാണ് 4-4-2. ഫുട്ബോളിലെ തനത് ശൈലിയിൽ നിന്ന് കാണുന്ന 4-4-2 എന്ന ഫോർമേഷനിൽ നിന്ന് മോഡേൺ അതിവേഗം മാറുന്ന മത്സരത്തിനനുസരിച്ച് രൂപമാറ്റം സംഭവിക്കുന്ന 4-4-2 എന്ന ഫോർമേഷനിലേക്ക് സ്കലോണി അർജന്റീനയെ പരിവർത്തനം ചെയ്തത്. 2 ഡിഫൻഡർമാർ സെൻട്രൽ, 2 ഫുഡ് ബാക്കുകൾ ആക്രമണത്തിലേക്ക് ഉയരും, മിഡ്ഫീൽഡിൽ 4 പേർ. പക്ഷേ കളിക്കിടെ അത് ഡയമണ്ട് ഫോർമേഷനും 4-3-3യും 5-3-2വും ഒക്കെയായി മാറും. എതിരാളികളെ പഠിച്ചു മനസ്സിലാക്കിയ ശേഷം മത്സരത്തിൽ പല സമയങ്ങളിൽ പല ഫോർമേഷനിലേക്ക് സ്കലോണി ടീമിനെ മാറ്റും. 4-4-2 എന്ന പൊസിഷനിൽ 2 പേരായിരിക്കും മുന്നേറ്റ നിര ഭരിക്കുക. ആ മുന്നിൽ 2 പേരിൽ ഒരാൾ ലിയണൽ മെസ്സി ആയിരിക്കും. മെസ്സിക്ക് സ്കലോണി ഒരിക്കലും പരമ്പരാഗത സ്ട്രൈക്കറായി ഉപയോഗിച്ചിട്ടില്ല. മെസ്സിക്ക് ഫ്രീ റോളാണ് നൽകിയത്. അതുകൊണ്ടാണ് മെസ്സി മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങി കളി നിർമ്മിക്കാനും പാസുകൾ വിതരണം ചെയ്യാനും ആക്രമണം നിയന്ത്രിക്കാനും മെസ്സിയെ സാധിക്കുന്നത്. മെസ്സിയുടെ ശൈലി അതാണ്. അത് മനസ്സിലാക്കി തന്നെയാണ് സ്കലോണി മുന്നേറ്റങ്ങളെ രൂപകൽപ്പന ചെയ്തതും. മെസ്സി ഇല്ലാതെയും എങ്ങനെ കളിക്കാമെന്ന് അർജന്റീന ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. 2022 ലോകകപ്പിൽ നമ്മൾ പലതവണ കണ്ട കാഴ്ചയായിരുന്നു അത്. പ്രത്യേകിച്ച് മെക്സിക്കോക്കെതിരെ ലിയണൽ മെസ്സി മുന്നേറ്റ നിര ഫോർമേഷനിൽ ഉണ്ടെങ്കിലും മധ്യനിരയിൽ തന്നെയായിരുന്നു മെസ്സി ഗ്രൗണ്ടിൽ ജീവിച്ചത്. മധ്യനിരയിൽ നിന്ന് പന്ത് വാങ്ങി നിരന്തരം ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന ലിയണൽ മെസ്സിയെയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ഇത്തവണ സ്കലോണി അതിനൊരു പരിഹാരം കണ്ട് മധ്യനിരയിൽ ട്രിബിളിങ്ങിന് ശേഷിയുള്ള, മധ്യനിര കൺട്രോൾ ചെയ്യാൻ ശേഷിയുള്ള യുവ സൂപ്പർ താരങ്ങളും ഇത്തവണ ടീമിനൊപ്പമുണ്ട്. നിക്കോ പാസ്, തിയാഗോ അൽമേഡ എന്നീ സൂപ്പർ താരങ്ങൾ മിന്നും ഫോമിലാണ് അർജന്റീനയ്ക്ക് വേണ്ടി കളിക്കുന്നത്. ക്ലബ്ബ് തലത്തിലും നിക്കോ പാസ് എല്ലാം മിന്നും ഫോമിലാണ്. ഈ വേൾഡ് കപ്പിന് 4-4-2 എന്ന സ്കലോണിയുടെ ആ തനത് ശൈലിയിൽ അർജന്റീനയുടെ ഒരു തകർപ്പൻ 11 എങ്ങനെയായിരിക്കും, അതാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഗോൾ കീപ്പറായി എമിലിയാനോ മാർട്ടിനസ്, അതിന് ഒരു മാറ്റവും ഉണ്ടാവില്ല. ഡിഫൻസിൽ സെൻട്രൽ ബാക്ക് പൊസിഷനിൽ ലിസാൻഡ്രോ മാർട്ടിനസും ക്യൂട്ടി റൊമേറോയും, വലത് വിങ്ങിൽ നൗഹേൽ മൊളീനയും, ഇടത് വിങ്ങിൽ നിക്കോളാസ് ടാഗ്ലിയാഫിക്കോയും, മധ്യനിരയിൽ എൻസോ ഫെർണാണ്ടസ്, അലക്സിസ് മാക്കലിസ്റ്റർ, നിക്കോ പാസ്, അറ്റാക്കിംഗ് തേർഡിൽ കൂടുതൽ കൃത്യതയോടെ കളിക്കുന്ന തിയാഗോ അൽമെഡയും മധ്യനിരയിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. മത്സരം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 4-3-3 എന്ന പൊസിഷനിൽ തുടങ്ങുന്ന സ്കലോണി അതിവേഗം തന്നെ 4-4-2 എന്ന പൊസിഷനിലേക്ക് മാറും. അങ്ങനെയാണ് മധ്യനിരയിൽ തിയാഗോ അൽമേഡയും എൻസോ ഫെർണാണ്ടസും അലക്സിസ് മാക്കലിസ്റ്ററും നിക്കോ പാസും വരിക. മുന്നേറ്റ നിരയിൽ ആക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ ലിയണൽ മെസ്സിക്കൊപ്പം ഹൂലിയൻ അൽവരസ് സ്റ്റാർട്ട് ചെയ്യാനാണ് സാധ്യത. ഇനി ലൗതോറോ ആയാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. എതിരാളികളെ പഠിച്ചു മനസ്സിലാക്കിയ സ്കലോണി ഈ വേൾഡ് കപ്പിലും അർജന്റീനയെ കിരീടത്തിലേക്ക് എത്തിക്കുമെന്ന് തന്നെയാണ് ഫുട്ബോൾ ലോകവും അർജന്റീന ആരാധകരും വിശ്വസിക്കുന്നത്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് നൗ.